ഓഗസ്റ്റ് 17-നാണ് ചിങ്ങമാസം 1-ാം തീയതി. സൺഡേ ആണ്. സൺഡേ എന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ല ദിവസമാണ്, സൂര്യൻ്റെ ദിവസമാണ്. അന്ന് രാവിലെ എഴുന്നേറ്റ് വീടൊക്കെ തുടച്ച് വൃത്തിയാക്കി, മഞ്ഞളും ഉപ്പും കൊണ്ട് വീടൊക്കെ അടിച്ച് തുടച്ച് വൃത്തിയാക്കി നെയ്വിളക്ക് കത്തിക്കണം. 5 തിരിയിട്ട് നെയ്വിളക്ക് കത്തിച്ച് പ്രാർത്ഥിക്കണം. അപ്പോൾ ആ ഓണം എന്ന് പറഞ്ഞാൽ ചിങ്ങമാസം 1-ാം തീയതി കർഷകർക്ക് ഒരു ദിവസം. നമുക്ക് മലയാളികളുടെ ഒരു പുതുവത്സരമാണ് ചിങ്ങമാസം 1. ജനുവരി 1 പോലെ പ്രാധാന്യമുള്ളതാണ് ചിങ്ങമാസം 1. അപ്പോൾ ഈ നെയ്വിളക്കൊക്കെ കത്തിച്ച് നമ്മൾ ദേവീ പൂജയൊക്കെ ചെയ്തു വരുമ്പോൾ ആ വീട്ടിലേക്ക് സമൃദ്ധിയായിട്ട് ധനം വന്നുകൊണ്ടിരിക്കും. ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ആരെയും വേദനിപ്പിക്കാതിരിക്കുക, അതാണ് ഏറ്റവും വേണ്ടത്. ഇപ്പോൾ ജൂലൈ 31 കർക്കിടക 31 ആ ലാസ്റ്റ് ദിവസം നമ്മൾ രാത്രി കിടക്കുന്നതിന് മുമ്പ് ലാസ്റ്റായിട്ട് നമ്മൾ പറയണം, പ്രകൃതിയെ നോക്കി പറയണം, സോറി സോറി സോറി, അല്ലെങ്കിൽ ക്ഷമിക്കൂ. ആരോടെങ്കിലും അറിഞ്ഞോ അറിയാതെയോ മനസ്സാ വാച തെറ്റ് ചെയ്തെങ്കിൽ ക്ഷമിക്കണം എന്ന് 3 പ്രാവശ്യം പറയാം. എന്നിട്ട് നീ താങ്ക് യു പറയുക. ഈ നമ്മൾ ആരെ കണ്ടിട്ടില്ല, പക്ഷേ പ്രകൃതിയോട് പറയുമ്പോൾ പ്രകൃതി അത് ഏറ്റെടുത്തോളും. താങ്ക് യു പറഞ്ഞ ശേഷം ഒരു ശുഭദിനം, ശുഭവർഷത്തേക്ക് നമ്മൾ ശുഭവർഷത്തെ വരവേൽക്കുമെന്ന് പറഞ്ഞിട്ട് വേണം കിടക്കാനായിട്ട്. രാവിലെ എഴുന്നേറ്റ ഉടനെ, കാരണം വിഷുവിനാണ് നമ്മൾ പ്രാധാന്യമുണ്ടെങ്കിലും ചിങ്ങമാസത്തെ എല്ലാ 1-ാം തീയതിക്ക് പ്രാധാന്യമുണ്ട്. വാതിൽ തുറന്ന് വരലക്ഷ്മി വാ എന്ന് പറഞ്ഞുകൊണ്ട് അകത്തുനിന്ന് പുറത്തേക്ക് ഇറങ്ങി ഈ ചിരമൻ ചെക്കിൻ്റെ പൊടി പൊടിച്ചിട്ട് സകലം പൊടിയിട്ട് അകത്തേക്ക് ഊതി വിടുക.